അവസരം തന്ന ബാബുവേട്ടനും പ്രസിഡന്റിനും പിന്നെ സ്വരൂപ് പോയി പറഞ്ഞിട്ടാ പോയത്. എന്തായാലും ഇവിടെ വരാനും നിങ്ങളുടെ കൂടെ നിൽക്കാനും നിങ്ങളുടെ കൂടെ ഒരു ദിവസം മുഴുവനായിട്ടും ചെലവഴിക്കാനും നിങ്ങളെ മനസ്സിലാക്കാനുമുള്ള ഒരു അവസരം തന്നതിന് നന്ദി. പ്രൊഡ്യൂസർ കമ്പനിക്കും പ്രത്യേകിച്ച് സ്വരൂപിനും ബാബുവേട്ടനും നന്ദി അറിയിക്കുന്നു. പിന്നെ ഇതൊരു തുടക്കം മാത്രമാണ്, കാരണം ഒരു ദിവസം കൊണ്ട് ഒന്നും ആവില്ല. അപ്പം വരും ദിവസങ്ങളിൽ വീണ്ടും ഇത്തരം സെഷൻസ് നമ്മൾ ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുണ്ടാവും എന്ന് ഉറപ്പുമുണ്ട്. അപ്പം ഇനി നിങ്ങളാണ് പറയേണ്ടത്. ഫോം അപ്പം എഴുതുന്ന തിരക്ക്, അപ്പം അത് കഴിയട്ടെ. ഞാൻ ഇത്രത്തോളം അത് ഒരു മെച്ചപ്പെട്ട ക്ലാസ് ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം നമുക്ക് കൂടുതൽ അടുപ്പമില്ലാത്ത മേഖലയാണ് ഡിജിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഭൂരിപക്ഷവും മക്കളെ ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയാണ് പൊതുവെ കൃഷിക്കാർ. അത് മെച്ചപ്പെട്ടതെന്ന് ഞാൻ പറയാൻ കാരണം ഈ നേരം വരെ എത്ര ആളുകൾ ഇവിടെ ഇരുന്നു. സാധാരണ ഉച്ചയാകുമ്പോഴേക്ക് സ്ഥലപ്പെടും, എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് രക്ഷപ്പെടുന്നുണ്ടാവും. ഇത്രയും ആളുകൾ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ രക്ഷപ്പെട്ടതുകൊണ്ടാണ്. അതാണ് ക്ലാസ്. ഈ സിസ്റ്റം, ഈ രീതി ഇതുകൊണ്ട് ഒന്നും ആയിട്ടില്ല, എവിടെ എത്തിയിട്ടില്ല, തുടർന്നും ഉണ്ടാവണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് ഒരു അഭിപ്രായം കൂടെ, ഇത് ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടല്ല, നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഈ കീടനാശിനി ഷോപ്പിനെ സംബന്ധിച്ച് അത് ഉച്ചയ്ക്ക് ഒരു 2-3 മണിക്കൂർ ബ്രേക്ക് ആകുന്നതിനെ സംബന്ധിച്ച രാഷ്ട്രീയം പല ഭാഗത്തും ഇപ്പില്ല. ഇപ്പൊ ബ്രേക്ക് ഇല്ല, ഫുൾ ടൈം ആയിട്ടുണ്ട്. അതുകൂടെ അറിയിക്കും. ഞാനും പറയാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഏതാണ്ട് വന്നു. ഞാനും ഇന്നൊരു കാലത്ത് വരുമ്പോൾ പെട്ടെന്ന് ഇന്നലെ വൈകുന്നേരത്ത് കിട്ടിയൊരു അറിയിപ്പായിരുന്നു. ചന്ദ്രേട്ടനാണ് വിളിച്ചത്. ചന്ദ്രേട്ടൻ വിളിച്ചതല്ലേ എന്ന് പറഞ്ഞാണ് ആദ്യം തന്നെ വന്നത്. വരുമ്പോ തിരക്കില്ലാണ്ട് പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഹൗസ് സൊസൈറ്റിയിലെ ജനറൽ ബോഡി ഉണ്ട്, വീട്ടിലെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ചന്ദ്രേട്ടനെ തൃപ്തിപ്പെടുത്താനും കൂടി കണക്കാക്കിയിട്ടാണ് ഇവിടെ വന്നത് വെറുതെ ആയില്ല എന്ന് നെഞ്ചത്ത് കൈവശത്തിന് പറയാം. അപ്പാർത്തായിട്ട് പറയുന്നത് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കാരണം ഇതിലൊക്കെ അല്പസ്വല്പമൊക്കെ നമുക്ക് ഇങ്ങനെ കുറേശ്ശെ അറിയാം. കുറച്ചുകൂടി ഒരു ദിവസം കൊണ്ട് നമ്മളെ മാറ്റിമറിക്കാൻ കഴിയില്ല. പക്ഷെ എന്തൊക്കെയോ ലഭിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത് എന്നുള്ളത് സത്യസന്ധമായിട്ട് പറയണം. ഈ പറഞ്ഞ പോലെ ഒരു സിറ്റിംഗ് കൊണ്ടാവില്ല. നമ്മൾ കുറച്ചിങ്ങനെ സിറ്റിംഗ് ആയാൽ കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും. എന്തായാലും നല്ലൊരു അനുഭവമാണ്. ഫുൾ ടൈം ഞാനിപ്പോൾ ഒരു ഹൗസ് ജനറൽ ബോഡിക്ക് അവിടെ പോയിട്ട് തല കാണിച്ചുകൊണ്ട് ഓടിക്കൊണ്ട് വരികയായിരുന്നു. എന്തായാലും ഇവിടുത്തെ ഈ അറ്റ്മോസ്ഫിയറും ഇവിടെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ക്ലാസ്സുകൾ 3 ഫാക്കൽറ്റീസ് എടുത്തത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റി. സന്തോഷം. ഞാൻ എൻ്റെ അടുത്ത് ബാബു കൃഷിക്കാരനെ പങ്കെടുപ്പിക്കണമെന്നാണ്. നമ്മുടെ സൊസൈറ്റിയിൽ കൃഷിക്കാർക്ക് ഗുണകരപ്രദമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ടാണ്, അതിന് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ ഇതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യും എന്നൊക്കെയാണെന്ന് പറഞ്ഞത്. അപ്പം മൊബൈൽ ഉപയോഗിക്കാൻ പറ്റിയതെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് ആൾക്കാരിനെ വിളിച്ചത്. പക്ഷേ ഈ ക്ലാസ്സിൻ്റെ ഇത് നോക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റിയവരല്ല, മറ്റു പലർക്കു കൂടി ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനാണ്. പിന്നെ സൊസൈറ്റിയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം മാത്രമല്ല, നമ്മൾ ഈ മൊബൈലിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾ അത് രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ ചെറിയ വളർന്നു വരുന്ന കുട്ടികൾക്കും ഉൾപ്പെടെ അറിയേണ്ടതാണ്. അതുകൊണ്ട് മൊബൈൽ ഉപയോഗിക്കാൻ അറിയുന്നവർക്ക് എന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി ഇത് ഉപകാരമായിട്ടുള്ളൊരു ക്ലാസ് ആയിട്ടുള്ളതാണ്. എന്തായാലും ഏറ്റവും നല്ല ക്ലാസ്സായിരുന്നു.
അല്ല, ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞത് നേരത്തെ അശോകേട്ടൻ പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിൽ ഈ മൊബൈൽ ഉപയോഗിക്കാൻ മാത്രം കഴിവുള്ളവർ വരണമെന്നാണ് നമ്മൾ ഒരു ധാരണയുണ്ടായത്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ സംഭവം ഇതൊന്നുമല്ല. വിപുലമായിട്ടുള്ള വലിയ ക്ലാസ്സുകൾ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇതിൻ്റെ അപകടങ്ങളും ഇതിൻ്റെ സാധ്യതകളും കണ്ടപ്പോൾ. നല്ല ക്ലാസ്സായിരുന്നു. ലളിതമായ ഭാഷയിൽ നമ്മുടെ അരുൺ സാർ വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കി തന്നു. ഈ സൊസൈറ്റിയുടെ നേതൃത്വത്തിന് കുറേ വിപുലമായിട്ട് മെമ്പർമാർ കൂടെ വിളിച്ചിട്ട് നല്ലൊരു രീതിയിൽ നടത്താം. 1 or 2 ക്ലാസ് കൊടുക്കുന്നത് നല്ലതാണ്. അശോകൻ പറഞ്ഞ പോലെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഏറ്റവും ഉപകാരപ്രദമാവും. എന്തായാലും ക്ലാസ് കൊണ്ട് വലിയ കാര്യങ്ങൾ ബാബു പറഞ്ഞ പോലെ നമ്മൾ കുട്ടികളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. സ്വന്തമായി നമുക്ക് ചെയ്യാൻ തോന്നുന്നു എന്നുള്ളൊരു മനസ്സുകൊണ്ട് അവിടുത്തെ പോകുന്നത്. വരുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അറിയിക്കുകയാണ്. 3 ആളും നന്നായി ക്ലാസ് എടുത്തു. ആദ്യമായി ക്ലാസ് എടുത്ത ആളെന്നെ ഉഷാറാക്കി. അതും നമ്മുടെ കുടുംബത്തിലൊരു കുട്ടിയെ പോലെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി. എല്ലാവർക്കും നന്ദിയുണ്ട്. ഇന്നലെ വൈകുന്നേരം ക്ലാസ്സിന് വിളിച്ചപ്പോൾ ഈ മണ്ണും ടെക്നോളജിയും തമ്മിലുള്ള ബന്ധം എന്താണ് ഇത്രമാത്രം എന്ന് കുറച്ച് നേരം ഒന്നിങ്ങനെ ആലോചിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ എത്രമാത്രം പിറകിലാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ കിട്ടുന്നത്. പറയാൻ ലേറ്റസ്റ്റ് സംവിധാനങ്ങൾ കുറേയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ പോലും. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം, ഇത്തരം ക്ലാസ്സുകൾ നമ്മുടെ പ്രദേശങ്ങളിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും സെലക്ട് ചെയ്യുന്ന കുറച്ച് റിസോഴ്സ് പേഴ്സൺസിനെ നിങ്ങൾ കുറച്ചുകൂടി പിൻപോയിൻറ്റഡ് ആയിട്ട് എടുത്ത് വളർത്തിക്കൊണ്ടുവരാനൊരു സംവിധാനം ഫാർമേഴ്സ് സൊസൈറ്റി വഴി നമുക്ക് ചെയ്യേണ്ടതാണ്. കാരണം വ്യാപകമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ എവിടെയും നമുക്ക് കൃത്യമായിട്ടൊന്നും തൊടാൻ കഴിഞ്ഞില്ല. പാവം ആ കുട്ടി പ്രോഗ്രാമിന് വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഒന്ന് നെറ്റ് ശരിയായില്ല. അതിനിടയിൽ ബാക്കിയുള്ള മറ്റേ വിഷയങ്ങൾ, പൊതുവിഷയങ്ങൾ കയറി വന്നു. അങ്ങനെ സംസാരിച്ച് ആ 3 ആപ്പ് വയ്ക്കുമ്പോഴത്തേക്ക് സംഭവം സമയം തീർന്നു. അപ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അത് കുറേ കൂടി നമുക്കും അറിയേണ്ടുന്ന വിഷയങ്ങളുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ കുറേ കൂടി സംസാരിക്കുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് നെല്ലായി മറ്റേ ഇത് ട്രാക്ടറിൻ്റെ വിഷയങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഈ വിഷയങ്ങൾ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും, കുറച്ചുകൂടി ഗ്രാമീണ തലത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതിന് ശരിക്കൊരു വർക്ക്ഷോപ്പ്. ഇതെന്ന് വെച്ചാൽ ജനറലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുറേ കേട്ടു, കുറേ ഉള്ളിൽ കൂടെ കയറ്റി വിട്ടു എന്നല്ലാതെ നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു ആപ്പിനെ കുറിച്ച് പോലും നമ്മൾ കൃത്യതയല്ല. ഇപ്പോൾ ജനറലായിട്ട് കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി പഠിക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് ഉണ്ടാക്കണം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ക്ലാസ്സിൽ നിന്ന് ടെക്നോളജി വൈസ് മാത്രമല്ല, ഇവരുടെയൊക്കെ സ്വന്തം അനുഭവങ്ങളിലൂടെ ഈ ടെക്നോളജി കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലാസ് ആയതുകൊണ്ടാണ് നമുക്ക് അത്രമാത്രം ഒരു എഫക്റ്റീവ്. അത് എന്തായാലും വരുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ അധികം എഫക്റ്റീവാണ്. നമ്മളിപ്പോൾ നാട്ടിൻ പ്രദേശത്ത് എന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്കും പറയാൻ കുറേയൊക്കെ ടിപ്പുകൾ കൂടി ഇതിൽ കിട്ടി. അത് കുറേ കൂടി നന്നായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നന്ദി അറിയിക്കുകയാണ്.